ഇത് ഒരു പേരിനുള്ള നടപടിയായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇത് വലിയ നടപടിയൊന്നുമല്ല കോൺഗ്രസിൽ. കാരണം സസ്പെൻഷൻ ഒരു സാധാരണ നടപടി മാത്രമാണ്, ഒരു പ്രാഥമിക നടപടി മാത്രമാണ്. പുറത്താക്കൽ എന്ന കടുത്ത നടപടിയിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പോകുന്നില്ല. പാലക്കാട് ജനപ്രതിനിധിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരട്ടെ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. അരുൺകുമാർ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമോ എന്ന ആശങ്കയാണ് കോൺഗ്രസിന്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ ഇപ്പോൾ പുറത്തുവന്ന മാങ്കൂട്ടത്തിന്റെ ഈ സ്ത്രീവിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീകളെ അസഭ്യം പറയുന്ന ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ അടക്കം അവിടെ എതിരാളികൾ പ്രചരിപ്പിക്കും. അത് UDF-ന് വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കുമെന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു. ഹൈക്കമാൻഡ് അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടായിരുന്നു. പക്ഷേ ഒടുവിൽ മാങ്കൂട്ടത്തിന് കവചം തീർക്കാൻ ചിലർ ശ്രമിച്ചു. എന്നാൽ പോലും ഒരു സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്താണ് ചെയ്യുക എന്നതാണ് അറിയേണ്ടത്. ഏതായാലും ഇത് പാർട്ടി നടപടിയാണ്. നേരത്തെ മാങ്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാജിവെക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ പറഞ്ഞത് താൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് സ്വമേധയാ രാജിവെക്കുന്നു എന്നാണ്. സമാനമായി തന്നെ ഒരുപക്ഷെ ഇനിയും പറഞ്ഞേക്കാം. പക്ഷേ ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ഇതൊരു നടപടിയാണ്. എന്തായാലും രാഹുൽ രാജിവെക്കില്ല എന്ന് ബോധ്യമായതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി. അല്ലാതെ രാഹുലിന് വേണമെങ്കിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജി വെക്കാവുന്നതാണ് കോൺഗ്രസിന്റെ. പക്ഷേ അതിനപ്പുറത്തേക്ക് പാർട്ടി നേതൃത്വം കൂടിയാലോചിച്ചൊടുവിൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അരുൺകുമാർ. ഇതിനകത്ത് കൗതുകകരമായൊരു കാര്യം, പാർട്ടിക്ക് വേണ്ടാത്ത MLA ആയി മാറുകയാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ. പാർട്ടിക്ക് വേണ്ടാത്ത MLA, അങ്ങനെ തന്നെ പറയാം നമുക്ക്. അരുൺകുമാർ, അങ്ങനെ തന്നെ പറയണം. കാരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും മുതിർന്ന വനിതാ നേതാക്കളും കോൺഗ്രസ് സീനിയർ നേതാക്കളൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞതാണ് മാങ്കൂട്ടത്തിൽ ഒന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചു തരുമോ എന്ന്. ആദ്യം നമ്മൾ കേട്ടത് ഷാനിമോൾ ഉസ്മാന്റെ വാക്കിൽ നിന്നാണ്. പിന്നീട് ജോസഫ് വാഴക്കൻ പറയുന്നു, ഉമാ തോമസ് പറയുന്നു, UDF-നെ പിന്തുണയ്ക്കുന്ന RMPയുടെ MLA KK രമ പറയുന്നു. എല്ലാവരും പറയുന്നു ഒറ്റ വാക്കാണ്, പൊതുപ്രവർത്തനം ഒന്ന് മാങ്കൂട്ടം അവസാനിപ്പിച്ചു തരുമോ എന്നാണ്. അത്രയേറെ അപഖ്യാതിയാണ് കോൺഗ്രസിനും UDF-നും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയും അസഭ്യം പറഞ്ഞും ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയച്ചും അശ്ലീല സന്ദേശങ്ങൾ അയച്ചും അവരെ ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തുകയും തല്ലുമെന്ന് ആക്രോശിക്കുന്നു, വേണമെങ്കിൽ കൊലപ്പെടുത്തുമെന്ന ഭീഷണി ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു പെൺകുട്ടി, ഒരു ട്രാൻസ്ജെൻഡറിനെ ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണ് നേരത്തെയുള്ള ഒരു സന്ദേശം വെച്ച. ഇനി ആരെങ്കിലും ഈ തരത്തിൽ ആരോപണവുമായി അല്ലെങ്കിൽ തെളിവുകളുമായി രംഗത്ത് വന്നാൽ തന്റെ കൈവശമുള്ള അവരുടെ മറ്റെന്തെങ്കിലും സ്വകാര്യ ദൃശ്യങ്ങളോ സ്വകാര്യ ചിത്രങ്ങളോ പുറത്തുവിടുമെന്ന ഭീഷണി കൂടി ഇന്നലെ രാഹുലിന്റെ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പോലും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. അതായത് റിപ്പോർട്ടർ പുറത്തുവിട്ട ആ ശബ്ദമാണ് രാഹുലിന് മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും താൽക്കാലികമായെങ്കിലും പുറത്തേക്ക് പോകാൻ വഴിയൊരുക്കിയിരിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്വേഷണം, അതിന്റെ നടപടിക്രമം എന്ന നിലയിൽ അന്വേഷണം നടത്തേണ്ടി വരും. അന്വേഷണം നടത്തിയാണ് ഇനി പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസിന് പുറത്താക്കാൻ കഴിയുക. കടുത്ത നടപടിയിലേക്ക് പോകണമെങ്കിൽ അതിന്റെ ഒരു നടപടിക്രമം അങ്ങനെയാണ്. ഏതായാലും കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അസംതൃപ്തരാണ്. അതായത് നിലവിൽ വനിതാ നേതാക്കൾ കൂടി നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് എന്തെങ്കിലും ഒരു നടപടി വേണം, മുഖം രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു നടപടി വേണമെന്ന നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തലയും VD സതീശനുമാണ് ഈ വിഷയത്തിൽ ആദ്യം ആർജവത്തോടുകൂടി പ്രതികരിച്ചത്. വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാവും എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ഒരു നിമിഷം പോലും ഇയാളെ MLA സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുതെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. പിന്നീട് ഒരുപാട് മുതിർന്ന നേതാക്കൾ രംഗത്തെത്തി. പക്ഷെ അപ്പോഴും ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ഉറച്ചു നിന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് യുവ നേതാക്കൾ, പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ, ഉമാ തോമസിനെ പോലെ, ബിന്ദു കിഷയെ പോലെ, ഷാനിമോൾ ഉസ്മാനെ പോലെ, ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ള നേതാക്കളും ആ നിലപാടെടുത്തു. പൊതുരംഗത്തു തന്നെ മാറി നിൽക്കണം എന്നാണ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭീതി മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കോംപ്രമൈസിന് വിധേയമാക്കുകയായിരുന്നു. അതും ഷാഫി പറമ്പിലിനെ നീക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഏത് നിലയിലും MLA സ്ഥാനത്ത് നിന്ന് അയാളെ നീക്കിയാൽ അതോടുകൂടി അയാളെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതിന് കീഴടങ്ങാതിരിക്കുക എന്നതായിരുന്നു ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നീക്കമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ നിലപാടിനെ മറികടന്നുകൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് നമ്മൾ അറിയുന്നത്. ഇത് വനിതാ നേതാക്കൾ എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. കാരണം പാർട്ടിക്ക് വേണ്ടാത്ത MLA എന്ന ഒരു പേരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ പാലക്കാട്ടേക്ക് വരും? അത് അവിടെയുള്ള സ്ത്രീ വോട്ടർമാര് എങ്ങനെയായിരിക്കും കാണുക? ഇയാളെ എന്തിന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതൊരു ചോദ്യം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ വനിതാ നേതാക്കൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി മറുപടി പറയാൻ പറ്റുമോ? പാർട്ടിക്ക് വേണ്ടാത്ത MLA എന്തിന് വോട്ടർമാർക്ക് കൊടുത്തു എന്ന ചോദ്യം. പാലക്കാട് MLA എന്ന നിലയിൽ പാലക്കാട് മണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾക്ക് പോകാനോ
ഇനി കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി കോൺഗ്രസ് വേദികളിലെത്താനോ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല. കാരണം മാങ്കൂട്ടത്തിലിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇനി അത് പിൻവലിക്കുന്നതുവരെ പാർട്ടിയുടെ ഒരു വേദികളിലും പ്രത്യക്ഷപ്പെടാനോ പാർട്ടിയുടെ പ്രാഥമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാനോ സാധിക്കില്ല മാങ്കൂട്ടത്തിന്. പക്ഷേ വേണമെങ്കിൽ MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ പോയി വല്ല പ്രവർത്തനങ്ങളും നടത്താൻ കഴിയും. പക്ഷേ അവിടെ ഇനി കോൺഗ്രസ് പ്രവർത്തകർക്ക് മാങ്കൂട്ടത്തിലുമായി സഹകരിക്കാൻ പറ്റുമോ എന്നതാണ്. അതൊരു ധാർമ്മികതയായി മാറും. കാരണം എന്തിനാണ് പാലക്കാട്ടുകാർ ഈ മാങ്കൂട്ടത്തിൽ എന്ന ഈ സ്ത്രീകൾക്കെതിരെ ഏറ്റവും മോശമായി പെരുമാറുന്ന സ്ത്രീകളെ കൊലപ്പെടുത്താൻ പോലും മടിയില്ലെന്ന സൂചന നൽകിയ സംസാരിച്ച മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ അത് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുമ്പോൾ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായും എതിരാളികൾക്ക് മാങ്കൂട്ടത്തിൽ MLA പദം രാജിവെക്കുന്നതുവരെ പ്രതിപക്ഷത്തിന്റെ കയ്യിലേക്ക് ആയുധം വെച്ച് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്.